അതെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ യാത്ര തട്ടേക്കാടുള്ള മിനി സ്വിറ്റ്സർലൻഡ് ഓഫ് കേരളയിലേക്കാണ് കേട്ടോ. ഈ കാണുന്നത് തട്ടേക്കാട് കുട്ടമ്പുഴ റോഡാണ് കേട്ടോ. രണ്ട് സൈഡിലും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ ആന ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു റോഡ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ സൂക്ഷിച്ചു വരിക. ഗൂഗിൾ മാപ്പിൽ മിനി സ്വിറ്റ്സർലൻഡ് തട്ടേക്കാട് എന്നടിച്ചാൽ കറക്റ്റായിട്ട് ലൊക്കേഷൻ കിട്ടും കേട്ടോ. ഈ പാലം കയറി ഇറങ്ങുന്നത് നേരെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതം കഴിഞ്ഞ് ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു കോൺക്രീറ്റ് ഇട്ട റോഡ് കാണാം. ഈ വഴി നേരെ ചെല്ലുന്നത് ഈ മനോഹരമായ സ്ഥലത്തേക്കാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് കേട്ടോ ഈ തട്ടേക്കാട്. കോതമംഗലം പട്ടണത്തിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല മഴ തുടങ്ങി. മഴ പെയ്തപ്പോൾ ശരിക്കും ഇനി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചേ. പക്ഷേ മഴയൊക്കെ ആസ്വദിച്ച് അതിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏത് സൈഡിലേക്ക് പോകണമെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഏത് സൈഡിലേക്ക് നോക്കിയാലും നല്ല വ്യൂ ആണ്. നമ്മുടെ കണ്ണെത്താ ദൂരത്തോളം കാഴ്ചകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മനോഹരമായ സ്ഥലം എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഭൂതത്താൻകെട്ട് ഡാമും തട്ടേക്കാട് പക്ഷി സങ്കേതവും ഈ മിനി സ്വിറ്റ്സർലൻഡും ഒക്കെ കണ്ട് തിരിച്ചു പോകാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ ഈ സ്ഥലം കാണാൻ. മാത്രമല്ല ഭൂതത്താൻകെട്ട് ഡാം അടച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വെള്ളം കയറും. വെള്ളം കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം അപ്രത്യക്ഷമാവും. പിന്നെ ഒരു മഴക്കാലം വരണം ഈ സ്ഥലം കാണാൻ. അപ്പോൾ വർഷത്തിൽ 3 മാസം മാത്രമേ ഈ ഭംഗി ഇതുപോലെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ബാക്കി 9 മാസവും ഈ സ്ഥലം വെള്ളം കയറി മൂടിപ്പോവും. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക് ഒന്നും ഇട്ട് ഈ സ്ഥലത്തിൻ്റെ ഭംഗി നശിപ്പിക്കാതിരിക്കുക. ഒത്തിരി നടന്നു കാണാനുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അവിടെ നിന്നുള്ള വ്യൂവും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയ ലഘു ഭക്ഷണശാലയും അതിനോട് ചേർന്ന് ചെറിയ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മഴയത്ത് നല്ല വ്യൂ ഒക്കെ കണ്ട് ഊഞ്ഞാൽ പാടിയിരിക്കാൻ രസമായിരുന്നു കേട്ടോ. അതുപോലെ ഒത്തിരി പേര് അവിടെ ഇവിടെയും മീൻ പിടിക്കാൻ വലയിടുന്നതും കാണാം കേട്ടോ. ആ കാഴ്ചകളൊക്കെ രസകരമായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും നോക്കണ്ട, വരിക, കാഴ്ചകളൊക്കെ കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.